ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. ഇന്ന് നമ്മൾ എന്താ പറയുക, ഒരു ചെറിയ ട്രാവൽ പോകാൻ പോവാണ്. ചെറിയ ട്രാവൽ, ഒരു ദിവസം കൊണ്ട് വന്നിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു വൺ ഡേ ട്രിപ്പ് പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിലമ്പൂരിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഒരു മാസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പോകണമെന്ന്. പക്ഷേ നമുക്ക് ചെറിയ കാര്യങ്ങളും അതിൻ്റെ കൂടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പോയി അവിടെ എങ്ങോട്ടേക്കാണ് പോകുന്ന ഡെസ്റ്റിനേഷൻ ഒന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. നിലമ്പൂർ കോവിലകം കാണാൻ പോകണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അനിതാ ഷുട്ടുപ്പി നമ്മളെല്ലാം റെഡിയായി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പേരാമ്പ്ര വഴിയാണ് പോകുന്നത്. കോഴിക്കോട് ടച്ച് ആവാണ്ട് അധികം ബ്ലോക്ക് ഇല്ലാണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ബാലുശ്ശേരി വഴി അങ്ങനെ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പോകുന്ന വഴി കാണാം. ചുട്ടു പറ കാണാം. സിയോ ചുട്ടു പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഓള് ഉറങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും നമുക്ക് പോകുന്ന വഴി കാണാം. എവിടെയാ പോകുന്നത്? തിമ്പാബു അല്ല, നിലമ്പൂർ. നല്ല മഴയാണ് ഗായ്സ്. നമുക്ക് നല്ല ബ്ലോക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ലെറ്റ്സ് സീ. ഏതാ പാട്ട്? മഴ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. നമ്മളെങ്ങനെയാണ് ഇപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നതിന് പതുക്കെ മഴയൊക്കെ കുറഞ്ഞു വന്നു. പിന്നെ നമുക്ക് അത്യാവശ്യത്തിലധികം നല്ല പോലെ ബ്ലോക്ക് വടകര ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഴിക്കോട് ടച്ച് ചെയ്യാണ്ട് തന്നെ വടകര നിന്ന് പേരാമ്പ്ര വഴി അത് ബാലുശ്ശേരി കഴിഞ്ഞ് അങ്ങനെ നേരെ പോകാമെന്ന് വിചാരിച്ചിട്ടുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയിട്ട് 1 മണിക്കൂറാകാനായി ഗൈസ്. നമ്മളിതുവരെ വടകര വിട്ടിട്ടില്ല. പേരാമ്പ്ര റൂട്ടിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. നല്ല ബ്ലോക്കും നല്ല മഴയുമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ ഉരുണ്ട് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അയ്യോ, ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാവും എന്തായാലും. ചുട്ടു ഞാൻ മുടിയൊന്നും കെട്ടി കൊടുത്തിട്ടില്ല. ഇന്ന് ഞാൻ അവിടെ എത്തിയിട്ടാകുമ്പോൾ ഒന്ന് കെട്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അവൾ എന്തായാലും വണ്ടിയിൽ നിന്ന് ഉറങ്ങും. മുടിയെല്ലാം ഒരു കോലായിരിക്കും. അതുകൊണ്ട് എന്തായാലും അവിടെ എത്തിയിട്ട് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അതിന് ഊരുന്നേ നമ്മൾ ഒരുവിധം ബ്ലോക്കിൽ നിന്നെല്ലാം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നമ്മൾ അവസാനം പേരാമ്പ്ര റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റി. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ബ്ലോക്ക് കുറവായിരുന്നു. വടകരയായിരുന്നു നമ്മൾ നല്ല പോലെ പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ബാലുശ്ശേരി കഴിഞ്ഞു. എവിടെ? മുക്കം മറ്റേ സ്ഥലം കാണാൻ പറ്റുമോ നമുക്ക്? മൊയ്തീൻ്റെ ചുട്ടുപ്പി കുറച്ച് മുന്നേ ഉറങ്ങിപ്പോയിട്ടുണ്ട്. നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അവിടെ നിന്ന് അയാളെ തെറിപ്പിച്ചാ. നമുക്ക് പോകേക്കാം. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് എവിടെ എത്തി? അരീക്കോടോ? ഫുഡ് കഴിച്ചിട്ട് പോവാം. നോക്കട്ടെ. അങ്ങനെ ചുട്ടു ബേബി എണീച്ച് ഇതാ ഞാൻ മുടിയെല്ലാം കെട്ടി നമ്മൾ സെറ്റായി. നമ്മൾ എത്താറായിട്ടുണ്ടല്ലോ ചുട്ടു. നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും കിട്ടിയില്ല ഗൈസ്. നമുക്ക് ഫുഡ് കഴിക്കണം, വിശക്കുണ്ട്. നമ്മൾക്ക് ഇനി ഫുഡ് കഴിക്കണം. നല്ല ഫുഡായിരിക്കുമെന്ന് വിചാരിക്കാം നമുക്ക് അല്ലേ.
അങ്ങനെ ഇതാ നമ്മൾ നല്ലൊരു മന്തി സ്പോട്ടിൽ കയറി. റെയ്ദാൻ മന്തി റെസ്റ്റോറൻറ്റ്, അങ്ങനെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല അടിപൊളി മന്തിയായിരുന്നു. നമ്മുടെ ഒരു അറബിക് ടേസ്റ്റൊക്കെ ഒതൻറ്റിക്കായിട്ട് കിട്ടിയ പോലെ എനിക്ക് കുറേ നാളിന് ശേഷം കഴിച്ചപ്പോൾ തോന്നി. അമ്മ നോക്കിയേ, ഇനി നോക്ക്, അന്ന സൗണ്ട് ഒക്കെ ഉണ്ട്. അയ്യേ, ഓക്കെ, ബൈ. അതിനിതാ നമ്മൾ ഫുഡ് കഴിച്ചിതാ വണ്ടിയിൽ കയറി. നമ്മൾ പ്രതീക്ഷിച്ചാലും നല്ല ഫുഡായിരുന്നു. അധികം നമ്മൾ വിചാരിച്ച അത്ര റേറ്റും ഉണ്ടായിരുന്നില്ല. കുഴിമന്തി തന്നെ, കുഴിമന്തി അല്ല സാധാരണ മന്തി, പൊള്ളിച്ച ചിക്കൻ്റെ മന്തി. പക്ഷേങ്കിൽ നല്ല റൈസും ആയിരുന്നു. നമ്മൾ പുറത്തുനിന്നെല്ലാം കഴിക്കുന്ന അതേ സെയിം ടേസ്റ്റ്. ഞാൻ ശരിക്കും അത്ര വലിയ മന്തി ഫാനല്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചുട്ടുപ്പി കുറച്ച് റൈസ് കഴിച്ചു, അവർക്ക് ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് റൈസെല്ലാം കഴിച്ച് നമ്മൾ നല്ല വയറൊക്കെ ഫുള്ളായി. ഇനിയിപ്പോൾ പിന്നെയും പോവാൻ തുടങ്ങട്ടെ. ഓ മൊത്തം കാടാണല്ലേ, കാടിൻ്റെ നടുക്കൂടി റോഡ്. ഷുട്ടാ പായിട്ടല്ല, ഫുള്ള് കാടാണല്ലോ ഷുട്ടു, ഫുള്ള് കാടാണല്ലോ. ഇക്കോ ടൂറിസം സെന്റർ, അത് ഇക്കോ ടൂറിസത്തിന്റെ നമ്മളിവിടെ പെരുവണ്ണാമൂഴിയെല്ലാം പോകുന്ന പോലത്തെ. അവിടെ നമ്മള് കയറ്റുവോ? ആക്സസ് ഉള്ള സ്ഥലമാണോ? നൈസ്. ഈ റോഡ് നല്ല ഉണ്ടല്ലേ, അപ്പുറത്ത് ഇപ്പുറത്ത് ഫുള്ള് ഇതായിട്ട്. ആ ഇതാ അച്ഛൻ പറഞ്ഞു ഇവിടെ കുട കിട്ടും. കാണുന്നില്ലല്ലോ ഇനി കുട. ഇതില് ഫുള്ള് ഡ്രസ്സിന്റെ ഇല്ലേ, കുടേനെ വേറെ തന്നെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഡ്രസ്സാ. ഫോറസ്റ്റ് സെൻട്രൽ ബിഗ് പോസ്റ്റ്. ഓ ആ നോക്ക്, കൊറേ മരം വെട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ തരുവോ? വേണോ ചെക്ക് പോസ്റ്റിൽ കുടുങ്ങിയിട്ട് ജയിലിൽ പോകാൻ. അയ്യേ, നിലമ്പൂർ പരമശിവൻ. ചുട്ടു നിന്റെ അച്ഛൻ എന്താ പറയുന്നത് കഴിഞ്ഞല്ലേ. ഓ ഇത് ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു, അതാണ് ഇങ്ങനെ റോഡ്. പക്ഷെ നൈസ് അല്ലേ, റോഡ് അടിപൊളിയാണ്. അങ്ങനെ ഇതാ നമ്മൾ നിലമ്പൂർ കോവിലകത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഈ സംഭവം കാണുന്ന ഫുള്ള് ആ ഒരു ഏരിയ ആണ്, ആ ഒരു എൻട്രൻസ് പോലത്തെ സംഭവമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചത് നമുക്ക് വരിക്കാശ്ശേരി മനയിലൊക്കെ പോകുന്ന പോലെ കയറാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള എൻട്രൻസും കാര്യങ്ങളും ഇല്ല. പിന്നെ ഇപ്പം കുറേ പ്ലേസൊക്കെ ഇവർ വിറ്റു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അപ്പം നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഞാനത് ഭയങ്കര പ്രതീക്ഷിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനത്തെ പഴയ വീടുകളും അങ്ങനത്തെ മനയും തറവാടൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതെവിടെയാണ് എൻ്റെ എൻ്റെ അവിടെയൊക്കെ പൂട്ടിയിട്ടാണല്ലോ ഉള്ളത്, കയറാൻ പറ്റില്ല. ഗൈസ് നമ്മൾ പണി പാളി. ദിസ് ഈസ് നിലമ്പൂർ കോവിലകം, പക്ഷേ ഓപ്പൺ അല്ല. ഇതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നിലമ്പൂർ കോവിലകത്തിൻ്റെ തന്നെ നമ്മുടെ വേട്ടക്കൊരു മകൻ അമ്പലമായിരുന്നു ഇത്. അതും ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ പിന്നെ ആ സമയത്ത് എന്തായാലും പൂജയൊക്കെ കഴിഞ്ഞ് അടച്ചിട്ട സമയമായിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ കോവിലകത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. ബട്ട് നമുക്ക് കയറാൻ വേണ്ടി ഒരു നിവൃത്തിയുമില്ല. ഞാൻ പോയി ഒന്ന് തള്ളി നോക്കിയാലൊന്ന് ആലോചിച്ചു. പക്ഷേ പിന്നെ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് മുന്നേ അവരുടെ അടുത്ത് ആരുടെ പെർമിഷനൊക്കെ എടുത്തിട്ട് പോകണം എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പിന്നെ വലിയ കാര്യമില്ലാന്ന് തോന്നിയോണ്ട് നമ്മൾ പിന്നെ തിരിച്ചു പോന്നു. ഗൈസ് വൻ ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു ഔട്ടിങ് ആയിപ്പോയി ഗൈസ്. അതെന്താണെന്നറിയില്ല, നിലമ്പൂർ കോവിലകത്തേക്കിൽ ഇപ്പോൾ എൻട്രൻസ് എല്ലാം ക്ലോസ് ആയിട്ട് ആന്നോ വണ്ടി. അപ്പോൾ നമ്മളിനിയിപ്പം വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ പണ്ണട്ടെ. ഓക്കെ കല്ലക്കുറ്റ കല്ലക്കുറ്റ അമ്പോ അമ്പോ ചിന്നപ്പ
ടു മച്ച്. ഇക്കോ ടൂറിസം സെന്ററിലും കൂടെ കയറി. പക്ഷെ മഴയത്ത് നമ്മളെങ്ങനെ അതിലോട്ട് നടക്കുക? അതല്ലേ. അയ്യോ, എന്റെ തലയിൽ എന്തോ ഇടിച്ചെടുത്ത. അയ്യോ ഗൈസ്, നമ്മൾ ഇക്കോ പാർക്കിൽ കയറാൻ പോയിട്ടും അതതിലും വലിയ കോമഡി. അവിടെയും എൻട്രൻസ് ഇപ്പം ക്ലോസ് ആയിട്ടല്ലേ എന്ന് പറഞ്ഞ് അവിടെ എന്തോ തൂക്കുപാലത്തിന്റെ എങ്ങാനും പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്കും എൻട്രൻസ് ഇല്ല എന്നാ പറയുന്നത്. ഇപ്പൊ അടുത്തൊരു സ്ഥലം അവിടുത്തെ സ്റ്റാഫ് ഒരു ഏട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അവിടെ പോകുമ്പോ എന്താവും അറിയില്ല. ഇന്ന് ഫുള്ള് ഫ്ലോപ്പാന്ന്, മൊത്തം ബ്ലോക്കുവാന്ന്, മൊത്തം മഴയാന്ന്. ആകെ എനിക്ക് തല വേദന എടുക്കുന്നു. അയ്യോ അയ്യോ, ഞാൻ ഇന്ന് ഇവർ തന്നെ കണി കണ്ടിട്ട് എണീച്ചേ. എന്റെ കളി ശരിയില്ല. നിങ്ങൾ തന്നെ കണ്ടില്ലേ? നോക്കണ്ട, എന്താ ചെയ്യുക. പക്ഷെ എനിക്ക് നിലമ്പൂർ കോവിലൊക്കെ അത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടായി. ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടാ വന്നത്. പക്ഷെ അതും കാണാൻ പറ്റിയില്ല. ആടെ നമ്മൾ ചോദിച്ചു തരാം, കേറാൻ പറ്റും. പക്ഷെ എല്ലാ സ്ഥലവും കുറേയെല്ലാം അവര് വിറ്റ് തീർന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ ഉള്ളിലെല്ലാം ഫുള്ള് ഞാൻ കാണിച്ചു തന്നില്ല, മൊത്തം വീടും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിന്റെ ഉള്ളിലുള്ളത് അവര് കൂട്ടിയിട്ടേ ഉള്ളത്. അങ്ങോട്ടേക്ക് എൻട്രൻസ്. നമ്മള് ഡോറ് തള്ളി നോക്കി ചിലപ്പോ തുറക്കുവോ? നമുക്ക് പോയിട്ടൊന്ന് തള്ളി നോക്കിയാലോ? തുറന്നാലോ? മേ ബി. പാൻ മുഖേന മാത്രം. വാട്ട് ഇസ് ദിസ് പാൻ? പാൻ മുഖേന മാത്രം ആണ് സംഭവം. ഓ ഓ ഷുട്ടാ. പാസ് മുഖേന മാത്രം. സോറി, പാനിനാണ് ഞാൻ വായിച്ചത്. പാസ് ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരൂ. നമ്മൾ എത്തി ഗായ്സ്. ഏതോ ഒരു വ്യൂ പോയിന്റ് ആണ് ഗായ്സ്. പക്ഷെ മഴയാണ് ഗായ്സ്, നമുക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. ഹായ് എവരിബഡി. ഹായ് എവരിബഡി പറഞ്ഞേ. ഹലോ ഗൈസ് മതി നമുക്ക്. അതാ നല്ല അല്ലേ? വരൂപ്പ. അങ്ങനെ നമ്മൾ ഇക്കോ ടൂറിസത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഏട്ടൻ പറഞ്ഞു തന്ന സ്ഥലത്തെത്തി. ഇതെന്തോ സ്കൈ വാക്ക് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് ആ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറയാം ഓൾഡ് ഡിഫോ ബംഗ്ലാവ് എന്നാണ് സംഭവം വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും സംഭവം എന്ന് ആക്ച്വലി നമുക്ക് അറിയില്ലായിരുന്നു. ഇത് കുറച്ചിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഒരു ചുരം പോലത്തെ ഫുള്ള് കാടായിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു. നല്ല അടിപൊളി വേർത്തായി. എനിക്ക് വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഇങ്ങനത്തെ ഭയങ്കര ഒരു മിസ്റ്ററി പ്ലേസൊക്കെ പോലെ തോന്നും നമുക്കിങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ. ഉള്ളിൽ പോയി അങ്ങ് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ വലിയൊരു ബംഗ്ലാവും കാര്യമൊക്കെ, വലിയെന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ പണ്ടത്തെ ആർക്കിടെക്റ്റിലുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ തന്നെ. നമ്മൾക്ക് അവിടെ എൻട്രൻസിൽ പാസ് അവൈലബിൾ ആണ്. അത് അഡൽട്ട്സ് ആണെങ്കിൽ 40 രൂപ, കുട്ടികൾക്ക് അങ്ങനെ കുറച്ച് കുറവോ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പാസ് എടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ചെന്തായാലും പോയതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഡ്രൈവ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഉള്ളിലേക്ക് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചുരം പോലെ ഇങ്ങനെ ചുറ്റി കയറണം. നല്ല രസമാണ്. അപ്പോൾ നമ്മളവിടെ എത്തി. ഇതാണ് ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിലത്തെ ഒരു സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ഓൾഡ് ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു, ഞാൻ നോക്കിയത് ശരിയാണെങ്കിൽ 1928 1928 ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണഘടനേൻ്റെ ആ ഒരു സമയത്തുള്ള സംഭവമാണ്. അവർ ഒരു റെസ്റ്റിംഗ് പ്ലേസ് പോലെ അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ അവർക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത ഒരു പ്രോപ്പർട്ടി ഇതെന്നാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. ഐ ഡോണ്ട് നോ ശരിക്കും ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഭയങ്കര രസമാണ് കാണാൻ. നമുക്ക് ഈ പഴയ ബിൽഡിങ്സൊക്കെ ഇഷ്ടപ്പെടുന്ന, ആ എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്
രസം തോന്നും. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ നിന്ന് സൺസെറ്റ് കാണും. പക്ഷെ നമ്മൾ മഴയുള്ള ടൈമിൽ പോയതുകൊണ്ട് സൺസെറ്റും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര വീതിയുള്ള ഹാളും വരാന്തയും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഗ്ലാസിൻ്റെ സംഭവമാണ്. കളർ ഗ്ലാസ്സസ് വെച്ചിട്ടില്ല, ഈ കുറച്ചും കൂടെ നമ്മുടെ യൂറോപ്യൻ സ്റ്റൈൽ അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് ടച്ചൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരുപാട്. അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് അവിടെ കണ്ട് നടന്നു കുറച്ച് സമയം. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഓൾഡ് ബിൽഡിങ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ മറ്റേ നാഗവല്ലി എഫക്റ്റ് എനിക്ക് എവിടെ നിന്നോ കയറും. മൊത്തം ഇങ്ങനെ മൈൻഡിൽ പോകും. ഒരു മുറൈ വന്ന് പാരായോ, ആ സംഭവം ഇങ്ങനെ മനസ്സിൽ കൂടെ എന്താ അറിയില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്കൈ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജ്, ഒരു അയൺ ബ്രിഡ്ജ് ഇപ്പം അടുത്താണെന്ന് തോന്നുന്നു. അത് ഇവർ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ള ഈ കാണുന്ന കംപ്ലീറ്റ് സംഭവം. നമുക്കൊരു 1 ഡേ ട്രിപ്പ് പോലെയൊക്കെ വന്ന് ഇവിടെ നന്നായിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ അയൺ ബ്രിഡ്ജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മഴയുള്ള ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷെ നമ്മളവിടെ എത്തുന്ന സമയത്ത് കുറച്ച് ചോർച്ചയുള്ളതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും ഒക്കെയുള്ള ഒരു ടൈമായിരുന്നു അത്. ഷുട്ടൂപ്പിയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അതിൻ്റെ നേരെ സ്കൈ വാക്കിലേക്ക് പോയി. ഹായ്. അയ്യോ ഭയങ്കര തണുക്കുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കൈ വാക്ക്. ഇത് മൊത്തമായിട്ട് അങ്ങ് വരെ വലിയ അയൺ ബ്രിഡ്ജാണ്. മൊത്തമായിട്ട് നമുക്കിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകാൻ പറ്റും. ഇത് കാടിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്ക് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ ഫുള്ള് കാടാണ്. പണ്ട് ഇവർ നടന്നു പോയിരുന്ന മറ്റേ നമ്മുടെ കല്ലിൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് താഴെ പോയാൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റും. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മിസ്റ്ററി ഫീല് നമുക്ക് തോന്നും. പക്ഷെ ഭയങ്കര രസമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും സംഭവം. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ തന്നെ സ്റ്റെപ്പ് താഴെ വരെയാണ്. എൻഡിൽ എന്താണെന്ന് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഹാഫ് ഓഫ് ദ വേ വരെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് കയറി വരികയാണ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി ആ എൻഡ് വരെ ഒന്ന് പോയി നോക്കണമായിരുന്നു. എന്നാന്ന് സംഭവം ഒന്നും അറിയില്ലല്ലോ, അത് പോയി നോക്കണം എന്ന് എനിക്ക് പിന്നീട് തോന്നി. പിന്നെ നമ്മൾ വെറുതെ അടന്ന് ചുറ്റി നടന്ന സമയം കളയണ്ടെന്ന് വെച്ച് പിന്നെ നേരെ പോന്നു വീട്ടിലേക്ക്. ഹലോ, ഇതൊന്നും ഉള്ളത് തന്നെ നമ്മൾ അറിയില്ല. This is the bungalow. ഇതിൻ്റെ പേരെന്ന് എനിക്ക് പറഞ്ഞത് പേരെനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇല്ലപ്പ അമ്മ വെച്ചിട്ടില്ലേ, ചുട്ടാൽ വീക്കൂല. എവിടെ? ആ അത് കച്ചറ വന്നിട്ടിരിക്കും. കുറേ ഇലയൊക്കെ വീഴൂലേ. ഫുൾ ഓഫ് ഒരു മിസ്റ്ററി പ്ലേസ്. നൈസ്. എന്താ പറഞ്ഞ? കുറേ ഫിഷ് ഉണ്ടോ? ദിസ് ഈസ് ദ ബംഗ്ലാവ്. എനിക്ക് അതിൻ്റെ മേലത്തെ വിൻഡോസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ. ഫുള്ളൊരു കളർഫുൾ. ആൻഡ് ഈ ഒരു ബ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ താഴെ വരെയുണ്ട്. പക്ഷേങ്കിൽ നമ്മൾക്ക് എവിടെ ഉണ്ടെന്ന് അറിയില്ല. കുറേ താഴെ വരെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പകുതി വരെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന്. അയ്യോ നമ്മൾ ക്ഷീണിച്ച്. നീ ക്ഷീണിക്കൂല, നിന്നെ അമ്മ എടുത്തല്ലേ. അമ്മ ക്ഷീണിച്ച്. അയ്യോ അയ്യോ ഇനി നമ്മൾ പോവാണ് ഗൈസ്. ഓ തലയൊക്കെ ഫുള്ള് നനഞ്ഞ്. ചുട്ടുപ്പി നനഞ്ഞിട്ടുണ്ടാവില്ല.
ചുട്ടുണ്ടെന്താ വെള്ളം കുടിച്ചോ? അതെല്ലാം ഊരി ആടാ, ഞാൻ മുടി ഊരിച്ചടിച്ച് മൊത്തം ഊരി കളയുന്ന. അമ്മേന്റെ തല നന്നിട്ട് ഊരിയതാ അമ്മ. ഓ എന്നാ ഇവരിത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ. ഉള്ളിൽ സ്ട്രക്ചർ ഒന്നുമില്ല, മീൻസ് ഉള്ളിൽ വേറെ ഒന്നും ഇല്ലെങ്കിലും കെട്ടിടത്തിന്റെ സ്ട്രെങ്ത് കണ്ടിനാ. പണ്ട് എത്ര മുന്നേ ഉള്ളതായിരിക്കും. ആ സൗണ്ട് പറയും. എടാ കള്ള, എടെ നിന്റെ സാധനം ഇതെല്ലാം കളഞ്ഞു ചുട്ടവായി. അതായത് വെള്ളം വെള്ളം കുടിക്കുക വേഗം. അപ്പുറത്ത് കെട്ടിയ സാധനം എടെ മുടിയെല്ലാം കഴിച്ചറിഞ്ഞു. അതല്ല ഒന്നും കൂടെ ഉണ്ടല്ലോ ഈ ബംഗ്ലാവിന്റെ പേര് നോക്കണം. കൊറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇവിടെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഔട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് വീട്ടിലേക്ക് പോന്നു. അതെന്നാ ആ സാധനം പറഞ്ഞു വീണ്, ഒരാളെ വാച്ച് പറഞ്ഞു വീണ്. ഗൈസ് അമ്മയ്ക്ക് തരുമോ ഒന്ന്? പച്ചകൊണ്ടേ വേണോ? പോവാ. അതൊന്ന് ഒട്ടിച്ചല്ലേ? പിന്നെയും പറഞ്ഞു. സോ സാഡ്. അവിടെ തന്നെ കൊടുക്കണ്ടേ എന്നൊരു പതി. ആ സൂപ്പർ കൂൾ ചിലപ്പോ ആവൂലേ. അതിന്റെ ഉള്ളിലങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ടൈം നടക്കൂല. പിന്നെ വേണ്ട, കുഴപ്പമില്ല. ഓൾഡ് ഡിഫോഴ്സ് ബംഗ്ലാവ്, അങ്ങനെയാ ഇതിന്റെ പേര്. കാടിന്റെ നടുക്കൊരു ബംഗ്ലാവ്. ഇത് ശരിക്കും ഇവര് പണ്ട് ഇങ്ങനെ ആയിരിക്കൂലേ നിന്നിട്ടുണ്ടാവൂലേ ഈ കാടിന്റെ നടുക്ക്. ഓ മൈ ഗോഡ്. പക്ഷെ എനക്ക് മറ്റേ ബ്രിഡ്ജ് താഴെ വരെ ഒന്ന് ഇറങ്ങി നോക്കണമെന്നുണ്ടേ. കേട്ടോ, ഇതെന്താ സംഭവം? ഇതെന്താ ഓഫീസാ? ഗവൺമെന്റ് ഓഫീസ്, ഫോറസ്റ്റിന്റെ ആയിരിക്കും അല്ലേ? ആ ബ്രിഡ്ജില്ലേ നമ്മള് കേറിയേ, നമുക്ക് രണ്ടുപേരെ ഒന്ന് പോയി നോക്കണം. എന്തായിരിക്കും താഴെന്ന് കാണാൻ വേണ്ടി. എന്തായിരിക്കും താഴെ? അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, അങ്ങോട്ട് ബാക്കില് അവിടെ ഒരു വഴിയുണ്ട്. കോവിലകം പ്ലാന് ചീറ്റിപ്പോയെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് സാറ്റിസ്ഫൈഡ് ആയി ഞാൻ. എന്താ പറയുക, ഒന്നുമില്ലാണ്ട് വെറുതെ നമ്മൾ അങ്ങ് ഇവിടെ വരെ വന്നിട്ട് ചീറ്റിപ്പോയി തിരിച്ചു പോകേണ്ടി വരുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുള്ള് കാടാണ്, നമുക്ക് വേറൊന്നും കാണാൻ പറ്റില്ല. അപ്പുറത്തും മൊത്തം മരങ്ങളൊക്കെ ആയിട്ട് അങ്ങ് വരെ റോഡ്. ചെറിയൊരു നമ്മുടെ ചുരം ഉണ്ടല്ലോ, ചുരം കയറുന്നവരെ കുറച്ചൊരു വളവും തിരിവൊക്കെയുള്ള റോഡാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, പണ്ട് എത്രയോ 1928 ഇവരിത് ബിൽഡ് ചെയ്ത് ഇവിടെ വന്ന് താമസിച്ചു എന്ന് പറയുമ്പം ഭയങ്കര സംഭവമല്ലേ അല്ലേ? അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ഫീല് പോലൊക്കെ തോന്നി. ഒരു കാടിൻ്റെ നടുക്ക് വലിയൊരു ബംഗ്ലാവ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പണ്ടൊക്കെ നമ്മളെ നാട്ടിലേക്ക് തന്നെ ഇങ്ങനെ ബ്രിട്ടീഷുകാർ വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവുക. ഇത്രയും മനോഹരമായ സ്ഥലമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പം ഞാൻ ഈ ഒരു ഏരിയ ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ തന്നെ. എന്താ പറയുക, എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഇങ്ങേ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ വരണം. തേക്ക് മ്യൂസിയം ഉണ്ട് അടുത്ത്, പിന്നെ അവിടെ പോയ വേറെ തേക്ക് മാത്രമേ കാണാനുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചില്ല. പിന്നെ ഒരു 1 hour കഴിയുമ്പോൾ ഒരു വാട്ടർഫോൾസും ഉണ്ട്. അത് പിന്നെ നമ്മൾ 1 hour പിന്നെയും ഡ്രൈവ് ചെയ്ത് പോകേണ്ടതെന്ന് ചോദിച്ചാൽ അതൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കയറി നല്ലപോലെ എല്ലാ സ്ഥലമൊക്കെ കണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവുക ചെയ്തേ. ഇനിയിപ്പം വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിക്കണം. കുട്ടപ്പന് നല്ല തണുത്ത കാറ്റടിച്ചിട്ട് ചെറിയൊരു തലവേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആൾ. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നടത്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മുടെ ഹിൽ പാലസ് ഒക്കെ കാണാൻ പോകണം എന്ന് എനിക്ക് മനസ്സിലൊരാഗ്രഹമുണ്ട്. ഇപ്പം എന്തായാലും നടക്കൂല. ഇനിയിപ്പം എന്തെങ്കിലും വെക്കേഷനോ കാര്യങ്ങളോ ഒക്കെ വരേണ്ടി വരും. ആൾക്ക് ജോലിയും കാര്യവും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ.
ഇതിപ്പം നമ്മൾ ലീവുള്ള ദിവസം ആയതുകൊണ്ട് പോയിന്നേ ഉള്ളൂ. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ഞാൻ റെഫർ ചെയ്യും. നിങ്ങൾ ഡിഫോ ഓൾഡ് ഡിഫോ ഫോറസ്റ്റ് ബംഗ്ലാവ്. മാരീസ് ക്രാഫ്റ്റഡ് ഇതെന്നാ വെഡിങ് മറ്റേ ഷോപ്പാല്ലേ, തുണി ഷോപ്പാണല്ലോ. ആംബുലൻസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് ദറ്റ് ഷോർട്ട് ടോപ്പ് ഷറാറ ടൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 50% ഓഫർ കയറി നോക്കിയാലോ. അപ്പം നമ്മൾ ഒരു കോഫി കുടിക്കാമെന്ന് ചോദിച്ചു. എനിക്ക് കോഫി മതി. കോഫി എണ്ണക്കടി വേണമെന്നില്ല. സംതിങ് ലൈക്ക് എനിത്തിങ് എൽസ് ഉണ്ടോ? അപ്പം നമ്മളൊരു കോഫി കുടിക്കട്ടെ. വേണ്ട വേണ്ട, അവളിപ്പോൾ മുന്തിരി കഴിച്ച്, ഇനി പഴമുണ്ട്, അവൾക്ക് ഇതൊന്നും കൊടുക്കണ്ട അല്ലേ ചുട്ടാ? ഷുഡ് ബേബിക്ക് വേണ്ടാന്ന് പറ. ഷുട്ടുവിനെ ഞാൻ കുറച്ച് പച്ചമുന്തിരിയൊക്കെ കൊടുത്ത ആളൊന്ന് സെറ്റാക്കി. ഞാനൊരു സമൂസയും കോഫിയും കുടിച്ചു. ഓക്കെ സംഭവമായിരുന്നു. നമ്മളെ ടോബിലോക്കെയാണോ അത്? അല്ല, വേറെയാ? ആണോ? പോയാ? കാണില്ല. പോവാ? ഡോർ ഓർക്കുന്നു. സ്വന്തം പഴയ ചെറുതിലെ വീഡിയോ കണ്ടിട്ട് ചിരിക്കുന്ന സൈക്കോ ഷുട്ടു. കാഞ്ഞു പോയോ? അത് പോയി. അങ്ങനത്തെ നല്ല മഴക്കാറുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിലുണ്ടായിരുന്ന അത്ര വലിയ മഴ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആക്ച്വലി വീടെത്തുന്നവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര നല്ലതായിരുന്നു. ഒരു നോർമൽ റേഞ്ചിൽ നമുക്ക് പെട്ടെന്ന് വരാനും പറ്റി. അങ്ങനെ വലിയ കാര്യമായ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, പോകുന്ന പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോയി ബാലുശ്ശേരിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മൾ നൈറ്റായിട്ട് വലിയ കാര്യമായിട്ടൊന്നും വേണ്ട, ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ ഷവർമ മാത്രം കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഷവർമ വാങ്ങിച്ച് അതും കഴിച്ചൊന്ന് ഫില്ലപ്പ് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയേക്കുമായിരുന്നു വണ്ടി. വേണ്ട, ഇനിയിപ്പോൾ എനിക്ക് ചുട്ടൂനെ വെച്ച് തിന്നണമെങ്കിൽ പണിയായിരിക്കും. അപ്പം നമ്മൾ 2 റൊമാലി ഷവർമ വാങ്ങി. ഇതെവിടെയാണ് നമ്മൾ എത്തിയ സ്ഥലം? ബാലുശ്ശേരി കഴിഞ്ഞില്ലേ? ആ പാട്ട് ഓക്കെ, അത് തന്നെയാ പാടുന്നു. എനിക്ക് കോപ്പിറൈറ്റ് നോക്കട്ടെ. കാണുമ്പം സോഫ്റ്റ് റൊമാലി പോലെ ഉണ്ട്. അടിപൊളി. നമ്മൾ സാധാരണ മറ്റേ കട്ടയുടെ റൊമാലി എടുത്തിട്ട് ഇതാണ് സോഫ്റ്റ്. നമ്മൾ അങ്ങനെ കഴിക്കുന്ന പോലെ തന്നെ ടേസ്റ്റ്. നല്ലല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ പറയാനുള്ളൂ, നല്ല അടിപൊളി ഷവർമയായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് ഞാൻ റൊമാലി റൂട്ടിലുള്ള ഇത്ര നല്ലൊരു ഷവർമ കഴിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഡയറ്റും പ്ലാനും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു ജങ്ക് ഫുഡ് പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നാളെ പിന്നെയും മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തേ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി ചുട്ടൂനെ കുളിപ്പിച്ചു. എന്താ പറയുക, ആകെ രാവിലെ പോയതായിരുന്നില്ലേ. അപ്പോൾ കുളിച്ചെല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഞാൻ ആൾക്ക് പഴമൊക്കെ കൊടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ ഒന്നും കഴിച്ചില്ല, നേരത്തെ ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഉറങ്ങണം. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു പോകാമെന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങണം. ഷുട്ടു എപ്പോഴാണ് ഉറക്കമെന്ന് അറിയില്ല, കാരണം അവൾ വണ്ടിയിൽ ഫുള്ള് ഉറക്കം തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുട്ടി ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ട്രാവൽ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.